നമസ്കാരം. തൃശൂർ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാമദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. കേടാവാതിരിക്കാൻ രാസവസ്തുക്കൾ ചേർത്ത മീൻ ജില്ലയിൽ വ്യാപകമായി വിൽക്കുന്നു. മീൻ വിൽക്കാൻ നിർബന്ധിതരായി ചില്ലറ കച്ചവടക്കാർ. ഡെമു സർവീസ് വിജയകരമായാൽ തൃശൂരിലേക്ക് നീട്ടുന്ന കാര്യം പരിഗണിക്കാമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി. തൃശൂർ സ്റ്റേഷനിലെ പുതിയ നടപ്പാലത്തിന്റെയും ലിഫ്റ്റിന്റെയും നിർമ്മാണം ജൂലൈയിൽ ആരംഭിക്കും. ജില്ലയിലെ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങൾ ഡോക്ടർമാരില്ലാതെ പ്രതിസന്ധിയിൽ. ജില്ലയിലെ പകർച്ചവ്യാധി നിയന്ത്രണ അവലോകന യോഗം നാളെ. പ്രഥമ അന്താരാഷ്ട്ര യോഗ ദിനാചരണം അവിസ്മരണീയമായി. യോഗ ആരോഗ്യ സംരക്ഷണത്തിന് അത്യുത്തമമാണെന്നും യോഗ ശീലമാക്കണമെന്നും CN ജയദേവൻ MP. ജില്ലയിൽ മിന്നൽ ചുഴലിയിലും മഴയിലും വ്യാപക നാശനഷ്ടം. 11 പേർക്ക് പരിക്കേറ്റു. നിരവധി വീടുകൾ തകർന്നു. നൂറുകണക്കിന് വീടുകൾ കടലാക്രമണ ഭീഷണിയിൽ. ഞാൻ സിജി ജോസ്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ഇപ്പോൾ ട്രോളിംഗ് നിരോധനമാണ്. എങ്കിലും വിപണിയിൽ മീൻ എത്തുന്നുണ്ട്. ഈ മത്സ്യങ്ങൾ ഭക്ഷ്യയോഗ്യമോ? TCVയുടെ വാർത്താ പരമ്പര വിഷം പുരട്ടിയ മീനുകൾ. കേടാകാതിരിക്കാൻ രാസവസ്തുക്കൾ ചേർത്ത മീൻ ജില്ലയിൽ എത്തുന്നു. ഉപയോഗിക്കുന്നത് ഫോർമാലിനും അമോണിയയും. രാസവസ്തുക്കൾ ചേർക്കുന്നത് മൊത്തക്കച്ചവടക്കാർ. മീൻ വിൽക്കാൻ നിർബന്ധിതരായി ചില്ലറ കച്ചവടക്കാരും. ഇത് ട്രോളിംഗ് നിരോധനത്തിന്റെ കാലം. സംസ്ഥാനത്തിന് പുറത്തുനിന്ന് അമോണിയയും അതുപോലെ തന്നെ ഫോർമാലിൻ പോലുള്ള രാസവസ്തുക്കൾ കലർത്തിയ മത്സ്യം വിപണിയിൽ വിൽപ്പനയ്ക്കെത്തുന്നു എന്നുള്ള രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്നാണ് TCV അന്വേഷണത്തിന് ഇറങ്ങുന്നത്. തൃശൂർ ശക്തൻ മത്സ്യ മാർക്കറ്റിലേക്ക്. ജനങ്ങളുടെ പരാതികൾ ചില്ലറയല്ല. കാണുമ്പോൾ മീന് വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല തിളക്കവും. പക്ഷെ കറി വച്ചാൽ മണ്ണെണ്ണയുടെയും ഡീസലിന്റെയും മണം. മീന് രുചിയുമില്ല. ചില്ലറ വിൽപ്പനക്കാരുടെ മുന്നിൽ പരാതികളുടെ പ്രളയമാണ്. TCVയുടെ അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത് മീനിന്റെ തിളക്കത്തിലെ പിന്നിലെ കറുത്ത സത്യം. അത് അമോണിയയും ഫോർമാലിനും തന്നെ. രഹസ്യമായി ചില്ലറ വിൽപ്പനക്കാർ സമ്മതിച്ചു. മൊത്തക്കച്ചവടക്കാരുടെ വിഷവിൽപ്പനയ്ക്ക് നിവൃത്തിയില്ലാതെ കൂട്ടുനിൽക്കേണ്ടി വരികയാണെന്ന് നിസ്സഹായതയോടെയുള്ള കുറ്റസമ്മതം. അത് മണ്ണെണ്ണയുടെ കുത്ത്, ഡീസലിൻ്റെ കുത്ത് എന്നൊന്ന് പറഞ്ഞിട്ട് അവർ വരണത്. പക്ഷേ ഇത് ഈ അമോണിയ പോലുള്ള സാധനങ്ങൾ ഇട്ടിട്ട് കൊണ്ടുവരുന്ന മൊത്തക്കച്ചവടക്കാർ കൊണ്ടുവരുന്നത്. അപ്പം നിങ്ങൾക്കിത് മൊത്തക്കച്ചവടക്കാരടുത്ത് പറഞ്ഞുകൂടെ? അവർ പറഞ്ഞു നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ മേടിച്ചാൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ വേറെ എന്താ വെച്ചാൽ നോക്കി നിങ്ങൾക്ക് പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്തോന്നാണ് പറയുന്നത്. അല്ല, ഇത് കേടാവാതിരിക്കാൻ വെക്കാന്ന് പറയുമ്പോൾ എന്ത് രാസവസ്തുക്കളാണെങ്കിലും അത് ശരീരത്തിന് ദോഷം ചെയ്യണതാവുമല്ലോ. തീർച്ചയായിട്ടും ദോഷം ചെയ്യണതാണ്. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് നിങ്ങളും ഇതിൽ നിൽക്കണോ വിൽപ്പനയ്ക്ക്? ഞങ്ങൾക്ക് ഇത് അറിയാണ്ടാണ് വരുന്നത്. മീനിൻ്റെ ഫ്രഷ്നെസ് നോക്കിയിട്ട് നമ്മളെടുത്ത് കൊണ്ടുവരുന്ന മീനുകളിൽ ഇവർ ലോങ്ങിൽ നിന്ന് വരുന്ന ആന്ധ്ര, ഗുജറാത്ത്, ബോംബെ എന്ന സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന മീനുകളും അതിൽ ഇവിടുന്ന് വരുന്ന മീനുകളും ഒക്കെ ഈ വക രാസവസ്തുക്കൾ ഇട്ടിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത്. നമുക്കിത് മനസ്സിലാവുമ്പോൾ ആൾക്കാർ വന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരുമ്പോൾ നമ്മൾ ഇത് അവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മേടിച്ചാൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ മാർക്കറ്റിൽ നിങ്ങൾ കൊണ്ടുവന്ന് മേടിച്ചോ എന്നുള്ള പരാതിനെ ഗുജറാത്തിൽ നിന്നും ആന്ധ്രയിൽ നിന്നുമാണ് ഇപ്പോൾ മീൻ കൊണ്ടുവരുന്നത്. മൊത്തക്കച്ചവടക്കാർ എത്തിക്കുന്ന ഈ മീൻ ചില്ലറ വിൽപ്പനക്കാർ എടുത്തുകൊള്ളണം, ഇല്ലെങ്കിൽ അവർക്ക് നാളെ മീനില്ല. ഗുണ്ടായിസമാണ് നടക്കുന്നതെന്ന് ചില്ലറ വിൽപ്പനക്കാരുടെ പരാതി. മീൻ കേടാവാതിരിക്കാൻ ഫോർമാലിനോ അമോണിയയോ ഉപയോഗിക്കും. മീനിന്റെ ചെകിളയിലോ വായിലോ ആണ് ഇത് നിക്ഷേപിക്കുകയത്രേ. മീൻ പാക്ക് ചെയ്യുമ്പോൾ തന്നെ ഈ രാസവസ്തുക്കൾ കലർത്തിയിരിക്കും. പിന്നെ എത്ര ദിവസമായാലും ഒരു കുഴപ്പവുമില്ല. ഫ്രഷ് മീൻ. ജനങ്ങൾ പരാതിപ്പെട്ടാലും ആര് പരിശോധിക്കാൻ? വയറിളക്കവും ഛർദിയും ബാധിച്ചവർ ആശുപത്രിയിൽ പോകും. മീൻ കച്ചവടത്തിലെ ഈ നെറുകേട് അവസാനിക്കുന്നില്ല. മീൻ മൊത്തക്കച്ചവടം നടത്തുന്നവർക്ക് ദിവസവും ലക്ഷങ്ങളുടെ ഇടപാടാണ്, ഉന്നത ബന്ധങ്ങളും. ജനങ്ങൾ ചില്ലറ കച്ചവടക്കാരോടാണ് പരാതിപ്പെടുക. വിഷം കലർത്തിയ മൊത്തക്കച്ചവടക്കാർ അണിയറയിലായിരിക്കും. ആരുമറിയാതെ ഇവർ എന്നും സുരക്ഷിതർ.
എറണാകുളത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കുന്ന ഡെമു സർവീസ് വിജയകരമായാൽ തൃശൂരിലേക്ക് നീട്ടുന്ന കാര്യം പരിഗണിക്കാമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി. തൃശൂർ സ്റ്റേഷനിലെ പുതിയ നടപ്പാലത്തിന്റെയും ലിഫ്റ്റിന്റെയും നിർമ്മാണം ജൂലൈയിൽ ആരംഭിക്കാനും ധാരണയായി. ഡെമു മെമു സർവീസുകൾ എറണാകുളം കേന്ദ്രമാക്കി പ്രവർത്തനം ആരംഭിക്കുന്ന ചടങ്ങിൽ റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രതിനിധികളാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി സുരേഷ് പ്രഭാകർ പ്രഭുവുമായി ഇതു സംബന്ധിച്ച കൂടിക്കാഴ്ച നടത്തിയത്. എറണാകുളം, ആലുവ, തൃപ്പൂണിത്തറ, അങ്കമാലി, പിറവ മേഖലകളിൽ സർവീസ് നടത്തുന്ന ഡെമു ട്രെയിൻ പ്രാദേശിക ഗതാഗത സംവിധാനത്തിന് പുത്തൻ ഉണർവ് സമ്മാനിക്കുമെന്നാണ് പ്രതീക്ഷ. എറണാകുളത്ത് നിന്ന് തൃശൂരിലേക്കും ഇവിടെ നിന്ന് കോട്ടയം വരെയും ഡെമു സർവീസ് അടുത്ത ഘട്ടത്തിൽ നീട്ടാനുള്ള നിർദ്ദേശമാണ് ചർച്ചകളിലുള്ളത്. ആദ്യഘട്ടത്തിൽ തൃശൂരിലേക്കും പാത ഇരട്ടിപ്പിക്കലിന് ശേഷം കോട്ടയത്തേക്കും സർവീസ് വ്യാപിപ്പിക്കാനാണ് നീക്കം. എറണാകുളം പഴയ റെയിൽവേ ലൈൻ പുനരാരംഭിക്കുന്നതോടെ ഇത്തരമൊരു സാധ്യത പ്രായോഗികമാകുമെന്നാണ് പ്രതീക്ഷ. ഇതു സംബന്ധിച്ച നിവേദനം റെയിൽവേ മന്ത്രിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ സജ്ജമാക്കുന്ന വീതിയേറിയ പുതിയ നടപ്പാലത്തിന്റെയും ലിഫ്റ്റിന്റെയും നിർമ്മാണം ജൂലൈ അവസാനത്തോടെ ആരംഭിക്കും. നിലവിലെ പ്ലാറ്റ്ഫോമുകളുടെ മധ്യഭാഗത്തായാണ് പുതിയ നടപ്പാലം നിർമ്മിക്കുക. എറണാകുളത്ത് നിന്നും കോയമ്പത്തൂർ വഴി സേലത്തേക്കും പാലക്കാട്, പൊള്ളാച്ചി, മധുര വഴി രാമേശ്വരത്തേക്കും പുതിയ ട്രെയിൻ അനുവദിക്കണമെന്ന് കേന്ദ്രമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബംഗളൂരു കന്യാകുമാരി എക്സ്പ്രസിന്റെ സമയമാറ്റം മൂലം യാത്രക്കാർക്കുണ്ടായ ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിന് പുതിയ ട്രെയിൻ അനുവദിക്കണമെന്നും പാസഞ്ചർ ട്രെയിനുകൾ സമയനിഷ്ഠ പാലിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും നിവേദനത്തിലൂടെ ആവശ്യമുന്നയിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും തിരക്കേറിയ ഷൊർണൂർ, എറണാകുളം, കായംകുളം, തിരുവനന്തപുരം മേഖലകളിൽ സംസ്ഥാന സർക്കാർ സഹകരിക്കുകയാണെങ്കിൽ 4 വരി പാതയാക്കാൻ റെയിൽവേ തയ്യാറാണെന്ന് മന്ത്രി സുരേഷ് പ്രഭു പറഞ്ഞു. റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളായ പി കൃഷ്ണകുമാർ, എം ഗിരീശൻ, ആർ.ഡി. മണികണ്ഠൻ എന്നിവരാണ് റെയിൽവേ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. TCV ന്യൂസ്, തൃശൂർ. പകർച്ചവ്യാധികൾ വ്യാപകമാകുമ്പോഴും ജില്ലയിലെ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഡോക്ടർമാരില്ലാത്ത അവസ്ഥ പ്രതിസന്ധിയിലാകുന്നു. ജില്ലയിലെ പകർച്ചവ്യാധി നിയന്ത്രണ അവലോകന യോഗം നാളെ. ഡോക്ടർമാരുടെ കുറവാണ് ജില്ലയിലെ ആരോഗ്യ മേഖല നേരിടുന്ന പ്രധാന പ്രതിസന്ധി. പകർച്ചവ്യാധികളും ജലജന്യ രോഗങ്ങളും മൂലം രോഗികളുടെ അനിയന്ത്രിതമായ തിരക്ക് അനുഭവപ്പെടുമ്പോൾ ആനുപാതികമായി ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകുന്നില്ലെന്നാണ് പ്രധാന ആക്ഷേപം. ഗ്രാമീണ മേഖലയിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ആശുപത്രികളിലാണ് ഡോക്ടർമാരുടെ കുറവ് വലിയ ഭീഷണിയായി നിലനിൽക്കുന്നത്. തിരുവിലാമല, പഴയന്നൂർ എന്നീ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളിൽ ഡോക്ടർമാരുടെ ഒഴിവ് ഇനിയും നികത്തിയിട്ടില്ല. ഇതിൽ പഴയന്നൂർ CHCയിൽ മാത്രം 6 ഡോക്ടർമാരുടെ കുറവാണുള്ളത്. ചേലക്കര CHC താലൂക്ക് ആശുപത്രിയാക്കിയെങ്കിലും അതിനനുസരിച്ച് ഡോക്ടർമാരെ നിയോഗിച്ചിട്ടില്ല. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ 3 ഡോക്ടർമാരുടെയും വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ 6 ഡോക്ടർമാരുടെയും ഒഴിവുകൾ നിലവിലുണ്ട്. എരുമപ്പെട്ടി, പഴഞ്ഞി CHCകളിലെ ഡോക്ടർമാരെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് നിയോഗിക്കേണ്ടി വരുന്നതും പ്രതിസന്ധിയായി മാറുകയാണ്. 3 ഡോക്ടർമാരുണ്ടായിരുന്ന ദേശമംഗലം PHCയിൽ 2 പേർ ഉപരിപഠനത്തിനും ഒരാളെ ഷൊർണൂരിലേക്കും നിയോഗിച്ചതിനാൽ ആളില്ലാത്ത അവസ്ഥയാണ്. ചൊവ്വന്നൂർ PHCയിലും ഡോക്ടർമാരുടെ കുറവുണ്ട്. സർക്കാരിന് കീഴിലെ പൊതു ആരോഗ്യ സംവിധാനം ബലപ്പെടുത്താതെ ദേശീയ ആരോഗ്യ ഗ്രാമീണ ദൗത്യം പദ്ധതി വഴി ഡോക്ടർമാരെ താൽക്കാലികമായി നിയോഗിക്കാനാണ് സർക്കാരിന്റെ ശ്രമമെന്നും സർക്കാർ ഇത്തരം നയം തിരുത്തണമെന്നും PK ബിജു MP ആവശ്യപ്പെട്ടിരുന്നു. വടക്കേക്കാട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലും മതിലകം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും ഡോക്ടർമാരില്ലാത്തതും ജീവനക്കാരില്ലാത്തതും വലിയ പ്രതിഷേധത്തിന് വഴിവെച്ചിരുന്നു. വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ഡോക്ടർമാരുടെ ക്ഷാമം അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ നിലവിലുള്ള ഡോക്ടർമാരെ കൂടി സ്ഥലം മാറ്റാനുള്ള നീക്കത്തിനെതിരെ ജില്ലാ പഞ്ചായത്ത് രംഗത്ത് വന്നിരുന്നു. പകരം ഡോക്ടർമാരെ ലഭിച്ച ശേഷം മാത്രം സ്ഥലമാറ്റം നടത്തിയാൽ മതിയെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ DMOയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രിയായി ഉയർത്തിയപ്പോൾ 8 കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർമാരുടെ തസ്തിക ആവശ്യപ്പെട്ടെങ്കിലും 4 മാത്രമാണ് അനുവദിച്ചത്. ഇതിനിടയിലാണ് ഇവരെ സ്ഥലം മാറ്റാനുള്ള നീക്കം നടക്കുന്നത്. 2 സർജന്മാരുടെ തസ്തികയും അനസ്തേഷ്യ വിഭാഗത്തിലെ ഡോക്ടറുടെ തസ്തികയും ഇനിയും നികത്തിയിട്ടില്ല. തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിലും സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും കുറവ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. അതേസമയം ജില്ലയിലെ പകർച്ചവ്യാധി പ്രതിരോധ നടപടികൾ നാളെ കളക്ടറേറ്റിൽ ജനപ്രതിനിധികളടക്കമുള്ളവരുടെ സാന്നിധ്യത്തിൽ അവലോകനം ചെയ്യും. ഡോക്ടർമാരില്ലാത്തതും ജീവനക്കാരില്ലാത്തതും സൃഷ്ടിക്കുന്ന വലിയ പ്രതിസന്ധി നാളെ നടക്കുന്ന യോഗത്തിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായേക്കും. TCV ന്യൂസ്, തൃശൂർ. വാർത്തയിലേക്ക്. ആർഷഭാരത പൈതൃകം ലോകമേറ്റുവാങ്ങി. പ്രഥമ അന്താരാഷ്ട്ര യോഗ ദിനാചരണം അവിസ്മരണീയമായി. യോഗ ലോകത്തിനായി. യോഗ ആരോഗ്യ സംരക്ഷണത്തിന് അത്യുത്തമമാണെന്നും അതുകൊണ്ട് തന്നെ യോഗ ശീലമാക്കണമെന്നും CN ജയദേവൻ MP പറഞ്ഞു. ജില്ലാ യോഗ അസോസിയേഷന്റെയും തൃശൂർ പ്രസ് ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ലോക യോഗ ദിനാചരണം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
കമ്പ്യൂട്ടറിനും മൊബൈലിനും ടിവിക്ക് മുന്നിൽ ഏറെ സമയമിരിക്കുന്ന യുവതലമുറയെ യോഗയിലേക്ക് കൈപ്പിടിച്ചു കൊണ്ടുവരണമെന്നും MP അഭിപ്രായപ്പെട്ടു. അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ MLA അധ്യക്ഷനായിരുന്നു. കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. ഗിരീഷ് കുമാർ, തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പ്രൊഫസർ M. മാധവൻകുട്ടി, യോഗ അസോസിയേഷൻ സെക്രട്ടറി ബാലകൃഷ്ണൻ പള്ളത്ത്, ES സുഭാഷ്, AN സന്ദീപ് എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടനത്തിന് മുന്നോടിയായി ഷഡ്ചക്രങ്ങളും ജീവിതശൈലി രോഗങ്ങളും എന്ന വിഷയത്തിൽ യോഗ തെറാപ്പിസ്റ്റ് ഗോപിനാഥ് എടക്കുന്നിയുടെ ക്ലാസും നടന്നു. സമ്മർദ്ദങ്ങളുടെ മതിൽക്കെട്ടിനകത്ത് തടവുകാർക്കും യോഗ പരിശീലനം. സമ്മർദ്ദങ്ങളെ ലഘൂകരിക്കാനും മനസ്സിന് ശാന്തത പകരാനും തടവുകാർക്കും യോഗ പരിശീലിപ്പിക്കുന്നു. 100ഓളം വരുന്ന തടവുകാർക്ക് വിയൂർ സെൻട്രൽ ജയിലിൽ യോഗ പരിശീലനം നൽകി. ചലച്ചിത്രതാരം മാളവിക നായർ ഉദ്ഘാടനം ചെയ്തു. ജയിൽ DIG രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജയിൽ സൂപ്രണ്ട് ബാബുരാജ്, വെൽഫെയർ ഓഫീസർ സന്തോഷ്, ഫാദർ തോമസ് വാഴക്കാല തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. യോഗ അഭ്യസിപ്പിക്കുന്ന സുരേഷ് ബാബു, സുനിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് യോഗ പരിശീലിപ്പിക്കുന്നത്. മ്യാൻമറിൽ നിന്നുള്ള തോമസ്, ഉക്രൈൻ സ്വദേശി റമൽ, ഒരു നൈജീരിയൻ സ്വദേശി എന്നീ തടവുകാരും യോഗ അഭ്യസിക്കുന്നവരിലുണ്ട്. വരും ദിവസങ്ങളിലും യോഗ പരിശീലനം തുടരുമെന്ന് ജയിൽ DIG പറഞ്ഞു. ഇതിനിപ്പോൾ ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് തുടരും. പിന്നെ ഇത് ഇവിടെ സെൻട്രൽ ജയിലിൽ തന്നെ ഏകദേശം 100ഓളം അന്തേവാസികൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ അന്തേവാസികൾ ഈ നൈജീരിയക്കാരുണ്ട്, അതുപോലെ പല വിദേശികളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. യോഗ പരിശീലിക്കുന്ന തടവുകാർക്ക് പ്രത്യേക വസ്ത്രങ്ങളും ജയിലിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. കൂടുതൽ തടവുകാർക്ക് യോഗ പരിശീലനം നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് ജയിൽ അധികൃതർ. തടവുകാർക്കിടയിലെ അസ്വാസ്ഥ്യങ്ങളും സംഘർഷവും ഒരു പരിധിവരെ യോഗയിലൂടെ പരിഹരിക്കാനാവും എന്ന കണക്കുകൂട്ടലിലാണ് ജയിലിലെ യോഗാഭ്യാസം. സെൻട്രൽ ജയിലിന് പുറമെ സ്പെഷ്യൽ ജയിലിലും വനിതാ ജയിലിലും തടവുകാർക്ക് യോഗ അഭ്യസിപ്പിക്കുന്നുണ്ട്. TCV തൃശൂർ. യോഗയുടെ വിജയം രാഷ്ട്രീയത്തിനും ജാതിക്കും അതീതമായി ജനങ്ങളിലേക്ക് പകർത്തുകയാണ് ഫ്രാൻസിസ് അസീസി. ക്യാൻസർ എന്ന രോഗത്തെ സ്നേഹയോഗയിലൂടെ അതിജീവിച്ച് അത് മറ്റുള്ളവരിലേക്ക് പകർത്താൻ ശ്രമിക്കുകയാണ് കാട്ടൂർ സ്വദേശിയായ ഈ യുവാവ്. ക്യാൻസർ അടക്കമുള്ള മാരക രോഗബാധിതർക്കിടയിൽ സാന്ത്വന സ്പർശമായി ജീവിക്കുകയാണ് ഫ്രാൻസിസ് അസീസി. കുടുംബത്തിലെ പ്രശ്നങ്ങൾക്കും യോഗ ഒരു പ്രതിവിധിയായി ഇദ്ദേഹം കാണുന്നു. ഇദ്ദേഹത്തിന്റെ സ്നേഹയോഗയുടെ പ്രവർത്തനങ്ങൾക്ക് ഭാര്യ മരിയ സിമിയും കുട്ടികളും പിന്തുണ നൽകുന്നുണ്ട്. ക്യാൻസറിനെക്കുറിച്ചും സ്നേഹയോഗയെക്കുറിച്ചും 2 പുസ്തകങ്ങൾ രചിച്ചിട്ടുള്ള ഇദ്ദേഹം സാന്ത്വന സംഗീത മേഖലയിൽ 10ഓളം ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. കൂർക്കഞ്ചേരി SNBP യോഗത്തിന്റെയും ക്ഷേത്ര സംരക്ഷണ സമിതിയുടെയും സഹകരണത്തോടെ ബ്രഹ്മയോഗ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര യോഗ ദിനാചരണം സംഘടിപ്പിച്ചു. കൂർക്കഞ്ചേരി ശ്രീനാരായണ ഹാളിൽ നടന്ന ദിനാചരണം ഡോക്ടർ CK തോമസ് ഉദ്ഘാടനം ചെയ്തു. SNBP യോഗം പ്രസിഡന്റ് MK സൂര്യപ്രകാശ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സതീദേവി സിംഗ് മുഖ്യപ്രഭാഷണം നടത്തി. കോർപ്പറേഷൻ കൌൺസിലർമാരായ മുകേഷ് കൂളപ്പറമ്പിൽ, വിനോദ് പൊള്ളാഞ്ചേരി, കൺവീനർ TS പ്രശാന്ത്, KK കോമളകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് യോഗ പ്രദർശനവും നടന്നു. വിവേകാനന്ദ സ്റ്റഡി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ മാളയിൽ യോഗ ദിനാചരണം സംഘടിപ്പിച്ചു. ജില്ലാ പോലീസ് മേധാവി N. വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. KS അനൂപ് അധ്യക്ഷത വഹിച്ചു. MS ഗോപകുമാർ യോഗ പരിശീലനം നൽകി. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയുടെ ആഭിമുഖ്യത്തിൽ യോഗ ദിനാചരണം നടത്തി. ഇതോടനുബന്ധിച്ച് യോഗ പരിശീലനവും നൽകി. ഫാദർ ജോൺ കവലക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ വടക്കേടത്ത് പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ നഗരസഭ ആയുർവേദ ആശുപത്രിയിൽ ലോക യോഗ ദിനം ആചരിച്ചു. ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ S. അമ്മിണി ഉദ്ഘാടനം ചെയ്തു. ജീവനക്കാരും രോഗികളുമടക്കം നിരവധി പേർ പങ്കെടുത്തു. അന്താരാഷ്ട്ര യോഗ ദിനം ജില്ലയിൽ വിവിധ പരിപാടികളോടെ ആചരിച്ചു. യോഗ പരിശീലനം, യോഗ പ്രദർശനം, പരിശീലന ക്ലാസ് തുടങ്ങിയവ ഇതോടനുബന്ധിച്ച് നടന്നു. NCC 7 കേരള ഗേൾസ് ബറ്റാലിയന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര യോഗ ദിനാചരണം സംഘടിപ്പിച്ചു. തൃശൂർ വിമല കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിയുടെ മുന്നോടിയായുള്ള പരിശീലനത്തിന് ലഫ്റ്റനന്റ് കേണൽ R. അനൂപ് നേതൃത്വം നൽകി. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കോളേജിലെയും സ്കൂളിലെയും 50ഓളം NCC കേഡറ്റുകളാണ് യൂണിഫോം അണിഞ്ഞ യോഗ പരിശീലനത്തിന് അണിനിരുന്നത്. ആയോധന കലാക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ണായി വാര്യർ കലാനിലയത്തിൽ നടന്ന യോഗ ദിനാചരണം ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു. അശോകൻ ഗുരുക്കൾ അധ്യക്ഷനായിരുന്നു. VR സുകുമാരൻ, കൌൺസിലർ സന്തോഷ് ബോബൻ തുടങ്ങിയവർ സംസാരിച്ചു. സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുടയിൽ യോഗ ദിനാചരണവും യോഗ പ്രദർശനവും നടന്നു. കൂടിയാട്ട കലാകാരൻ വേണുജി ഉദ്ഘാടനം ചെയ്തു. സ്വാമി പുരുഷോത്തമാനന്ദ സരസ്വതി, P. ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട സ്പെഷ്യൽ സബ് ജയിലിൽ യോഗദിനം ആചരിച്ചു. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TG ശങ്കരനാരായണൻ യോഗ ചെയ്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജയിൽ സൂപ്രണ്ട് PG മാധവൻ അധ്യക്ഷനായിരുന്നു. KJ ജോൺസൺ, CM ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു.
പതഞ്ജലി യോഗ വിദ്യാപീഠത്തിന്റെ ആഭിമുഖ്യത്തിൽ മണത്തല വിശ്വനാഥ ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ സമൂഹ യോഗ പ്രദർശനം നടത്തി. ഡോക്ടർ മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. RSS താലൂക്ക് കാര്യവാഹക് ബിജു സുമേഷ്, P. അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് അമൃത സ്കൂളിൽ നടന്ന യോഗ പ്രദർശനം തൃശൂർ ഔഷധി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KS രജിതൻ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ റീന, അധ്യാപികമാരായ VV സജിനി, രമാദേവി തുടങ്ങിയവർ സംസാരിച്ചു. തിരുവത്ര ശ്രീനാരായണ വിദ്യാനികേതൻ സ്കൂളിൽ നടന്ന യോഗ പ്രദർശനം സ്കൂൾ മാനേജർ പൂങ്ങാട്ട് മാധവൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പാൾ സുഭദ്ര ഗണേഷ്, MV സുരേഷ്, അനീഷ് എന്നിവർ സംസാരിച്ചു. 24 കേരള ബറ്റാലിയൻ NCCയുടെ നേതൃത്വത്തിൽ കുന്നംകുളം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ സംഘടിപ്പിച്ച ലോക യോഗ ദിനാചരണം ലഫ്റ്റനന്റ് PJ സ്റ്റൈജു ഉദ്ഘാടനം ചെയ്തു. സുബേദാർ മേജർ പ്രദീപ് കുമാർ റായ് അധ്യക്ഷത വഹിച്ചു. NCC ഓഫീസർ ലഫ്റ്റനന്റ് ശരത് ചന്ദ്രൻ യോഗദിന സന്ദേശം നൽകി. അസോസിയേറ്റ്സ് NCC ഓഫീസർമാരായ സത്യനാഥൻ, KV ഫ്രെഡി, ശിവരാമകൃഷ്ണൻ, ഹവീൽദാർ M. ജിതേഷ് എന്നിവർ പങ്കെടുത്തു. C. വത്സകുമാർ യോഗയിൽ പരിശീലനം നൽകി. വിവിധ കോളേജുകളിൽ നിന്നുമായി 300ഓളം കേഡറ്റുകൾ പങ്കെടുത്തു. കുന്നംകുളം പതഞ്ജലി യോഗാപീഠത്തിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ ഭാഗമായി യോഗ സംഗമം സംഘടിപ്പിച്ചു. കുന്നംകുളം ജവഹർ സ്ക്വയറിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ CK ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഷാജി സുരേഷ് എന്നിവർ നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂരിൽ ദീനദയാൽ ചാരിറ്റബിൾ സൊസൈറ്റി സംഘടിപ്പിച്ച യോഗ ദിനാചരണം സംവിധായകൻ മേജർ രവി ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. അമ്പാട്ടി രാമചന്ദ്രൻ മുഖ്യ പ്രഭാഷണം നടത്തി. നൌഷാദ് സലാഹുദ്ദീൻ, AR ശ്രീകുമാർ, ഡോക്ടർ VG സുകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വടക്കാഞ്ചേരി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് യോഗ പരിശീലന ക്ലാസ് നടത്തി. 100ഓളം വിദ്യാർത്ഥികൾക്ക് നൽകിയ യോഗ പരിശീലനത്തിന് VR രമേശ് വാര്യർ നേതൃത്വം നൽകി. പ്രോഗ്രാം കോർഡിനേറ്റർ PV വേണുഗോപാലൻ, രുക്മിണി രമേശ് എന്നിവർ പങ്കെടുത്തു. കുടക്കുഴി ദാസകലാകേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര യോഗ ദിനാചരണം നടത്തി. ഇതോടനുബന്ധിച്ച് ദാസകലാകേന്ദ്രത്തിൽ യുവതി യുവാക്കൾക്ക് യോഗ പരിശീലനം നൽകി. ഡോക്ടർ OS കൃഷ്ണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. E. ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. KG രവി, ജിതിൻ രാജ്, KV വിഷ്ണു എന്നിവർ നേതൃത്വം നൽകി. ചേനകം ഗുരുദേവ വിദ്യാനികേതൻ UP സ്കൂളിൽ അന്തർദേശീയ യോഗദിനം ആചരിച്ചു. പ്രമേഹ വിമുക്ത ഭാരതം എന്ന സന്ദേശവുമായി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പ്രമേഹ രോഗനിർമ്മാർജ്ജന സൗജന്യ യോഗ ക്യാമ്പും ഇതോടൊപ്പം ആരംഭിച്ചിട്ടുണ്ട്. വിദ്യാലയ സമിതി അധ്യക്ഷൻ PM രാഘവൻ യോഗ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. ശ്യാമപ്രസാദ് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ ഭാരതി ചീഫ് ഹെൽത്ത് കോർഡിനേറ്റർ K. ചന്ദ്രനാണ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നത്. PG ഷൈൻ, PS മിനി, പ്രസാദ് പണിക്കർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് TCV. വാർത്തകൾ തുടരുന്നു. ജില്ലയിൽ മിന്നൽ ചുഴലിയിലും മഴയിലും വ്യാപക നാശനഷ്ടം. 11 പേർക്ക് പരിക്കേറ്റു. നിരവധി സ്ഥലങ്ങളിൽ വൈദ്യുതി വിതരണവും ഗതാഗതവും തടസ്സപ്പെട്ടു. ഗുരുവായൂർ, എരുമപ്പെട്ടി, പുതുക്കാട്, ചേർപ്പ്, ആനക്കല്ല്, കുട്ടനല്ലൂർ, മാന്നാമംഗലം, കൂർക്കഞ്ചേരി, ഇളംതുരുത്തി, കുന്നംകാട്ടുകര, തൃശൂർ എന്നിവിടങ്ങളിലാണ് മിന്നൽ ചുഴലിയിലും മഴയിലും പരക്കെ നാശനഷ്ടമുണ്ടായത്. വിവിധ സ്ഥലങ്ങളിൽ വീടിന്റെ മുകളിലേക്ക് മരം വീണ് 11 പേർക്ക് പരിക്കേറ്റു. പൊന്നൂക്കരയിൽ വീടിന് മുകളിലേക്ക് മരം വീണ് ഗൃഹനാഥന് പരിക്കുപറ്റി. തേക്കാനത്ത് ഗോപാലനാണ് തലയ്ക്ക് പരിക്കേറ്റത്. കുട്ടനല്ലൂരിൽ വീടിന്റെ മുകളിലേക്ക് മരം വീണ് തെക്കേത്തറ ദിനേഷ് ഭാര്യ ഗിരിജയ്ക്ക് തലയ്ക്ക് പരിക്കേറ്റു. കൂർക്കഞ്ചേരി ആലുംവെട്ട് വഴിയിൽ മുല്ലശ്ശേരി രമേശ് മകൾ ലേഖ, എരുമപ്പെട്ടി മുണ്ടൻകോട് കോളനിയിൽ മരം കടപുഴകി വീടിന്റെ മുകളിലേക്ക് വീണ് തട്ടാൻവളപ്പിൽ വിന്ദുജ, ഗുരുവായൂർ കിഴക്കേ ഗോപുരനടയിൽ ഗോപുരത്തിന്റെ ഷീറ്റ് കാറ്റിൽ വീണ് ഒരു ഭക്തൻ എന്നിവർക്ക് പരിക്കേറ്റു. കടവല്ലൂർ പഞ്ചായത്ത് ഓഫീസിന് സമീപം ടെമ്പോ ട്രാവലറിന്റെ മുകളിലേക്ക് മരം വീണ് 2 പേർക്കും, കുന്നംകാട്ടുകരയിൽ ചുഴലിക്കാറ്റിൽ വീണ മരം മുറിക്കുന്നതിനിടെ വീണ് ഒരാൾക്കും പരിക്കേറ്റു. ചേർപ്പിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന്റെ മുകളിലേക്ക് മരം കടപുഴകി വീണു. കാറിലുണ്ടായിരുന്ന യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കാർ പൂർണ്ണമായും തകർന്നു. ചാവക്കാടും പറപ്പൂക്കരയിലും വീടിന് മുകളിലേക്ക് മരം വീണ് 2 പേർക്ക് പരിക്കേറ്റു. പുതുക്കാട് ബൈക്കിന് മുകളിൽ മരം വീണ് ബൈക്ക് യാത്രക്കാരനും പരിക്കേറ്റു. ശക്തമായ കാറ്റിനെ തുടർന്ന് പലയിടങ്ങളിലും വൈദ്യുതി പോസ്റ്റ് കടപുഴകി വീണ് വൈദ്യുതി ബന്ധം തകരാറിലായി. മാന്നാമംഗലത്ത് റോഡിലേക്ക് വൈദ്യുതി പോസ്റ്റുകൾ വീണ് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. തൃശൂർ നഗരത്തിൽ ചക്കാമുക്ക്, പടിഞ്ഞാറേക്കോട്ട, കോട്ടപ്പുറം എന്നിവിടങ്ങളിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു നീക്കിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ന്യൂസ് ഡെസ്ക് TCV. ഗുരുവായൂർ മേഖലയിൽ മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടം. നിരവധി മരങ്ങൾ നിലംപൊത്തി ഗതാഗതവും വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടു. ഞായറാഴ്ച രാവിലെ 8ഓടെ കോട്ടപ്പടി മേഖലയിലാണ് മിന്നൽ ചുഴലി ആഞ്ഞടിച്ചത്. കോട്ടപ്പടി പള്ളിയുടെയും ഇതിനോട് ചേർന്നുള്ള സ്കൂളിന്റെയും തൊട്ടടുത്തുള്ള വീടിന്റെയും ഓടുകൾ കാറ്റത്ത് പറന്നുപോയി. നിരവധി മരങ്ങളും കടപുഴകി. കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് പള്ളിയിൽ വികാരി താമസിക്കുന്ന പള്ളിമേടയുടെ 20ഓളം മേലോടുകളാണ് പറന്നുപോയത്. രാവിലെ ദിവ്യബലി കഴിഞ്ഞ സമയത്തായിരുന്നു കാറ്റടിച്ചത്. ഭൂരിഭാഗം പേരും പള്ളി വിട്ടു പോയിരുന്നുവെങ്കിലും മഴക്കാറ് കണ്ട് സ്ത്രീകളടക്കമുള്ളവർ വരാന്തയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. സൺഡേ സ്കൂളിലേക്ക് വിദ്യാർത്ഥികൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ചുഴലിക്കാറ്റ് വീശിയത്. സൺഡേ സ്കൂളിലേക്ക് വന്ന 2 പേരുടെ ബൈക്കുകൾക്ക് ഓടുകൾ വീണ് കേടുപാടുകൾ പറ്റി. പള്ളിവളപ്പിലെ സ്കൂൾ കെട്ടിടത്തിന്റെ ഓടുകളും ഇരുമ്പ് ഷീറ്റുകളും തകർന്നു.
പള്ളിക്ക് മുന്നിലുള്ള ചിറ്റിലപ്പള്ളി റോബിന്റെ വീടിന് മുകളിലെ ഓടുകളും കാറ്റിൽ നിരങ്ങി മാറിയിട്ടുണ്ട്. ഇവരുടെ വീട്ടുവളപ്പിലെ കപ്പയടക്കമുള്ള കൃഷികൾക്കും നാശം സംഭവിച്ചു. ചെമ്മണ്ണൂർ പീറ്ററിന്റെ വീട്ടുവളപ്പിലെ വലിയ മാവ് കടപുഴകി വീഴുകയും ഉയരം കൂടിയ ചൂണ്ടപ്പന നടുവൊടിയുകയും ചെയ്തു. ശക്തമായ കാറ്റിൽ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടപുരയുടെ ഷീറ്റ് വീണ് ഭക്തന് പരിക്കേറ്റു. മറ്റത്ത് കാക്കശ്ശേരി അന്തോണിയുടെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന മാരുതി കാറിന് മുകളിലേക്ക് മരം വീണ് കാറിന് കേടുപാടുകൾ പറ്റി. മറ്റം എടക്കളത്തൂർ ഔസേപ്പിന്റെ വീട് മരം വീണ് തകർന്നു. ചൊവ്വലൂർ പാരീസ് റോഡിൽ നിർത്തിയിട്ടിരുന്ന കൈപ്പറമ്പ് സ്വദേശി ഷൈഖയുടെ കാറിന് മുകളിലേക്ക് മരം വീണു. ഫയർഫോഴ്സ് എത്തിയാണ് മരം മുറിച്ചു നീക്കിയത്. ഇതുമൂലം തൃശൂർ ഗുരുവായൂർ റൂട്ടിൽ അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. ഉച്ചതിരിഞ്ഞുണ്ടായ കാറ്റിൽ തൊഴിയൂർ എട്ടാംതറയിൽ ഉമ്മറിന്റെ വീടിന് മുകളിലേക്ക് തെങ്ങ് വീണ് വീട് തകർന്നു. കാവീട് താഴ്ത്തുപുരയ്ക്കൽ ധർമ്മരാജന്റെ വീടും തെങ്ങ് വീണ് തകർന്നു. ഗുരുവായൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഇരുചക്രവാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള ഷെഡും തകർന്നു വീണു. TCV ന്യൂസ്, ഗുരുവായൂർ. പുതുക്കാട് മേഖലയിൽ ശക്തമായ കാറ്റിൽ വ്യാപകമായ നാശനഷ്ടം. മരം വീണതിനെ തുടർന്ന് 10ഓളം വീടുകൾ തകർന്നു. 75ഓളം വൈദ്യുതി കാലുകൾ മറിഞ്ഞു വീണു. നിരവധി മരങ്ങൾ കടപുഴകി വീണ് ഗതാഗതം സ്തംഭിച്ചു. തൃക്കൂർ മടത്തിച്ചിറയിൽ കുടുംബശ്രീ യോഗം നടന്നിരുന്ന വീടിന് മുകളിൽ തേക്കുമരം വീണ് 2 പേർക്ക് പരിക്കേറ്റു. ആവണി കുടുംബശ്രീയിലെ അംഗങ്ങളായ കൗസല്യ, സിൽവി എന്നിവർക്കാണ് പരിക്കേറ്റത്. മരോട്ടിക്കൽ തടത്തിൽ തങ്കച്ചന്റെ വീടാണ് തകർന്നത്. മടുവക്കരയിൽ അംഗൻവാടിയുടെ മേച്ചിൽ ഷീറ്റുകൾ കാറ്റിൽ പറന്നുപോയി. മേഖലയിൽ 600ഓളം നേന്ത്രവാഴ കൃഷി നശിച്ചു. കളരിക്കൽ ഗൗരിയുടെ വീടും വടക്കുട്ട് ഹരിദാസിന്റെ വീടും മരം വീണ് ഭാഗികമായി തകർന്നു. പുതുക്കാട് താലൂക്ക് ആശുപത്രിയുടെ ഗേറ്റിന് മുകളിൽ തേക്കുമരം വീണ് റെയിൽവേ സ്റ്റേഷൻ റോഡിൽ ഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു. പാഴായി പടിഞ്ഞാട്ടുമുറിയിൽ നടുപറമ്പിൽ വിജയന്റെ വീടിന് മുകളിൽ തെങ്ങ് വീണ് ഓടിട്ട വീട് പൂർണ്ണമായും തകർന്നു. വരന്തരപ്പള്ളി കോരനോടിയിൽ ചെമ്മണ്ടപ്പറമ്പിൽ വാസുവിന്റെ വീടിന് മുകളിൽ തെങ്ങ് വീണ് വീട് പൂർണ്ണമായും തകർന്നു. കുണ്ടുകടവ് എളയത്ത് മുരളീധരന്റെ തൊഴുത്തിന് മുകളിൽ തെങ്ങ് വീണ് പശുക്കൾക്ക് പരിക്കേറ്റു. തൃക്കൂർ പടിഞ്ഞാട്ടുമുറി മുല്ലയ്ക്കപ്പറമ്പിൽ രവീന്ദ്രന്റെ വീടിന് മുകളിലേക്ക് തേക്കുമരം വീണ് വീട് തകർന്നു. മണ്ണമ്പേട്ട വളഞ്ഞപ്പാട മേഖലയിൽ 20 ഇലക്ട്രിക് പോസ്റ്റുകൾ മറിഞ്ഞു വീണ് വൈദ്യുതി ബന്ധം താറുമാറായി. വളഞ്ഞപ്പാടം കാരിക്കുറ്റി അനിലിന്റെ വീടിന് മുകളിൽ ഇലക്ട്രിക് പോസ്റ്റ് വീണു. തൈവളപ്പിൽ സുനിൽകുമാറിന്റെ വീടിന് മുകളിൽ പ്ലാവ് കടപുഴകി വീണ് വീട് തകർന്നു. ഫയർഫോഴ്സ് എത്തിയാണ് മരം മുറിച്ചു മാറ്റിയത്. സ്നേഹപുരം ചേർപ്പുകാരൻ തങ്കപ്പന്റെ വീടിന് മുകളിലേക്ക് തെങ്ങ് വീണ് വീട് തകർന്നു. പുതുപ്പറമ്പിൽ ഗിരീഷിന്റെ വീടിന് മുകളിലേക്ക് പ്ലാവ് വീണു. കൊരട്ടിക്കാരൻ ചന്ദ്രന്റെ വീടും തൊഴുത്തുപറമ്പിൽ അശോകന്റെ വീടും മരം വീണ് തകർന്നിട്ടുണ്ട്. മുപ്ലിയം വെള്ളാരപ്പാടം മേഖലയിൽ മരങ്ങൾ വീണ് വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. ഇതേ തുടർന്ന് പറപ്പൂക്കര, വരന്തരപ്പള്ളി, ആമ്പലൂർ, നന്ദിപുലം, പാലപ്പള്ളി ഫീഡറുകളിൽ വൈദ്യുതി ബന്ധം പൂർണ്ണമായും തടസ്സപ്പെട്ടു. മേഖലയിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന് ദിവസങ്ങളോളം എടുക്കുമെന്ന് അധികൃതർ അറിയിച്ചു. TCV ന്യൂസ്, പുതുക്കാട്. എരുമപ്പെട്ടി മേഖലയിലുണ്ടായ ചുഴലിക്കാറ്റിലും വ്യാപകമായ നാശനഷ്ടം. മരങ്ങൾ വീണ് വീടുകളും വൈദ്യുതിക്കാലുകളും തകരുകയും ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വ്യാപകമായ കൃഷിനാശവും സംഭവിച്ചിട്ടുണ്ട്. എരുമപ്പെട്ടി മുണ്ടൻകോട് കോളനിയിൽ തട്ടാൻവളപ്പിൽ ചങ്ങന്റെ ഓടിട്ട വീട് ഭാഗികമായി തകർന്നു. സമീപത്തെ പറമ്പിലുള്ള തേക്കുമരമാണ് മറിഞ്ഞു വീണത്. വീടിനകത്തുണ്ടായിരുന്ന ചങ്ങന്റെ കൊച്ചുമകൾ 14 വയസ്സുള്ള വിന്ദുജയ്ക്ക് ഓട് തലയിലേക്ക് വീണ് പരിക്കേറ്റു. വീടിന്റെ മേൽക്കൂര പൂർണ്ണമായി തകരുകയും ഗൃഹോപകരണങ്ങൾക്ക് നാശം സംഭവിക്കുകയും ചെയ്തു. കടങ്ങോട് കോരായിമുക്കിൽ നെടിനിപ്പുഞ്ചിയിൽ ചക്കന്റെ വീട് മരങ്ങൾ വീണ് തകർന്നു. വീടിന്റെ സമീപം നിന്നിരുന്ന മാവും പനയും കടപുഴകി വീഴുകയായിരുന്നു. വീടിന്റെ അടുക്കള ഭാഗം ഭാഗികമായി തകർന്നു. എരുമപ്പെട്ടി കരിയന്നൂരിൽ മരങ്ങൾ കടപുഴകി വീണ് കുന്നംകുളം വടക്കാഞ്ചേരി റോഡിലെ ഗതാഗതം തടസ്സപ്പെട്ടു. വേലൂർ, തോന്നല്ലൂർ എന്നിവിടങ്ങളിൽ മരങ്ങൾ വീണ് വൈദ്യുതിക്കാലുകൾ തകരുകയും റോഡിൽ ഗതാഗത തടസ്സം ഉണ്ടാവുകയും ചെയ്തു. എരുമപ്പെട്ടി, വേലൂർ, കടങ്ങോട് പഞ്ചായത്തുകളിൽപ്പെട്ട വിവിധ പ്രദേശങ്ങളിൽ നേന്ത്രവാഴ കൃഷി വ്യാപകമായി നശിച്ചിട്ടുണ്ട്. നിരവധി വീട്ടുപറമ്പുകളിലെ തെങ്ങും കവുങ്ങും കടപുഴകി വീണു. TCV ന്യൂസ്, എരുമപ്പെട്ടി. ശക്തമായ കാറ്റിലും മഴയിലും ചേർപ്പ് മേഖലയിലെ വിവിധ ഇടങ്ങളിൽ മരങ്ങൾ വീണു നാശനഷ്ടങ്ങളുണ്ടായി. കണിമംഗലം പാടത്തിന് സമീപം മരം വീണ് തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാനപാതയിൽ ഏറെ നേരം ഗതാഗതം സ്തംഭിച്ചു. തൃശൂരിൽ നിന്ന് ഫയർഫോഴ്സ് ഇൻസ്പെക്ടർ ലാസറിന്റെ നേതൃത്വത്തിലുള്ള സംഘമെത്തി മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. അവണിശ്ശേരി പഞ്ചായത്തിലെ 1-ാം വാർഡിൽ പാലക്കൽ ഇടപ്പള്ളി ലൈനിൽ ചാഴൂർ കോലടിക്കാരൻ പൊറിഞ്ചു ആന്റോയുടെ ഓടുവീടിന് മുകളിൽ കൂറ്റൻ തേക്കുമരം വീണ് വീട് ഭാഗികമായി തകർന്നു. അടുക്കളയോട് ചേർന്നുള്ള വീടിന്റെ പിൻഭാഗമാണ് തകർന്നത്. അവണിശ്ശേരി പഞ്ചായത്തിലെ ആനക്കല്ല് 6-ാം കല്ലിൽ ടെറസ് വീടിന്റെ മുകളിൽ തെങ്ങ് വീണ് ട്രസ് പൂർണ്ണമായും തകർന്നു. വീടിന്റെ ടെറസിന് ഭാഗികമായി വിള്ളലുണ്ട്. അവണിശ്ശേരി പഞ്ചായത്തിലെ 6-ാം കല്ല് സെന്ററിൽ നിന്നിരുന്ന കൂറ്റൻ ഉങ്ങുമരം വീണ് ഈ റൂട്ടിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. ഫയർഫോഴ്സ് എത്തിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. അവണിശ്ശേരി ബോട്ടുചട്ടിക്ക് സമീപം ശക്തമായ കാറ്റിൽ വൈദ്യുതി പോസ്റ്റുകൾ കടപുഴകി വീണ് പ്രദേശത്തെ വൈദ്യുതി വിതരണം പൂർണ്ണമായും നിലച്ചു. TCV ന്യൂസ്, ചേർപ്പ്.
ഏങ്ങണ്ടൂർ ഏത്തായിയിലും പൊക്കാഞ്ചേരിയിലും രൂക്ഷമായ കടൽക്ഷോഭം. ഏത്തായ് ബീച്ചിൽ നിരവധി തെങ്ങുകൾ കടപുഴകി വീണു. ഇന്നുണ്ടായ കടൽക്ഷോഭത്തിൽ 1/2 കിലോമീറ്റർ മേഖലയിൽ 5 മീറ്ററോളം കര കടൽ കവർന്നു. 10ഓളം വീടുകളാണ് ഏത്തായ് ബീച്ചിൽ വെള്ളക്കെട്ട് ഭീഷണിയിലായത്. തിരമാലകൾ കൂടുതലായി കരയിലേക്ക് അടിച്ചു കയറുന്ന പ്രദേശത്തെ വീട്ടുകാർ ഇതോടെ ഭീതിയിലാണ് കഴിയുന്നത്. കരയിലേക്ക് ഒഴുകിയെത്തുന്ന കടൽ വെള്ളം വീടുകളിലേക്ക് എത്താതിരിക്കാൻ നാട്ടുകാർ വീടുകൾക്ക് ചുറ്റും മണൽത്തിട്ട തീർത്തിരിക്കുകയാണ്. ഏത്തായ് ബീച്ചിന് തെക്ക് കടൽഭിത്തിയും കവിഞ്ഞെത്തുന്ന കടൽവെള്ളം 1/2 കിലോമീറ്റർ ദൂരെ കൃഷിയിടങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നതിനാൽ 100 കണക്കിന് തെങ്ങുകളാണ് ഉപ്പുവെള്ള ഭീഷണിയിലായത്. അതിനിടെ ശക്തമായ കാറ്റിലും മഴയിലും തീരദേശ മേഖലയിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു. ഏത്തായ് ഏങ്ങണ്ടൂർ പ്രദേശങ്ങളിൽ മരങ്ങൾ വീണ് വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. മതിലകം കൂളിമൂട്ടം തീരമേഖലയിൽ കടലേറ്റം രൂക്ഷം. ഗ്രാമപഞ്ചായത്തിലെ കൂളിമൂട്ടം സെൻട്രൽ ബീച്ച്, ഭജനമഠം ബീച്ച് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് കടലേറ്റം രൂക്ഷമായിട്ടുള്ളത്. ഇതേ തുടർന്ന് ഏറെ ദൂരത്തെ തീരം കടലെടുത്തു. കടലോര മേഖലയിലെ തെങ്ങുകളും കാറ്റാടി വൃക്ഷങ്ങളും ശക്തമായ കടലേറ്റത്തിൽ നിലം പതിച്ചു. ശക്തമായ കാറ്റുമൂലം കടൽ പ്രക്ഷുബ്ധമാണ്. പരമ്പരാഗത മത്സ്യബന്ധന തൊഴിലാളികൾക്ക് വള്ളം കടലിൽ ഇറക്കാൻ സാധിച്ചിട്ടില്ല. ട്രോളിംഗ് നിരോധനം മൂലവും 100 കണക്കിന് മത്സ്യബന്ധന തൊഴിലാളികളും അനുബന്ധ തൊഴിലാളികളും വറുതിയിലാണ്. ട്രോളിംഗ് നിരോധന സമയങ്ങളിലും സർക്കാർ സൗജന്യ റേഷൻ അനുവദിക്കുമെന്ന് പ്രഖ്യാപനം നടത്താറുണ്ടെങ്കിലും തീരദേശ മേഖലയിലെ പലർക്കും ഇത് ലഭ്യമായിട്ടില്ലെന്ന് തൊഴിലാളികൾ പറഞ്ഞു. പട്ടിണി നേരിടുന്ന തങ്ങൾക്ക് സൗജന്യ റേഷൻ അനുവദിക്കണമെന്ന് തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. കൂളിമൂട്ടം സെന്റർ ബീച്ചിൽ കടൽഭിത്തി തകർന്ന നിലയിലാണ്. ഈ മേഖലയിൽ കടൽഭിത്തി നിർമ്മിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. കൂടാതെ ഭജനമഠം മേഖലയിലെ തകർന്ന സംരക്ഷണ ഭിത്തി റീടെൻഡർ നൽകി പുനർനിർമ്മിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. കരുവന്നൂർ ബംഗ്ലാവിന് സമീപം ബസും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. താണിശ്ശേരി സ്വദേശി കുഴിക്കാട്ടത്തിൽ വീട്ടിൽ 22 വയസ്സുള്ള ഗ്രിനീഷാണ് മരിച്ചത്. ഇരിങ്ങാലക്കുട ജ്യോതിസ് കോളേജിലെ 3ാം വർഷ ബിരുദ വിദ്യാർത്ഥിയായിരുന്നു മരിച്ച ഗ്രിനീഷ്. പരിക്കേറ്റ സുഹൃത്ത് സുജിത്തിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ചേർപ്പ് ചിറക്കലിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. നെല്ലായി സ്വദേശി കൈപ്പുള്ളി വീട്ടിൽ 63 വയസ്സുള്ള ജോസ് ആണ് മരിച്ചത്. ചേർപ്പിൽ നിന്ന് പഴുവിലേക്ക് പോവുകയായിരുന്ന കാർ ചിറക്കൽ പെട്രോൾ പമ്പിന് സമീപം വച്ച് പെട്ടെന്ന് പമ്പിലേക്ക് തിരിച്ചപ്പോൾ എതിരെ വന്നിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് കാറിലിടിക്കുകയായിരുന്നു. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറത്ത് പുഴയോട് ചേർന്നുള്ള വിജയൻ തോട്ടിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. കോട്ടപ്പുറം സ്വദേശി കല്ലറയ്ക്കൽ 22 വയസ്സുള്ള അനിലാണ് മരിച്ചത്. 4 മണിക്കൂറോളം നീണ്ട തിരച്ചിലിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്താനായത്. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്നാണ് തിരച്ചിൽ നടത്തിയത്. വാഗ കാക്കത്തുരുത്തിൽ യുവാവ് പുഴയിൽ മുങ്ങി മരിച്ചു. കാക്കത്തുരുത്ത് മുക്കോല വീട്ടിൽ 36 വയസ്സുള്ള ബൈജുവാണ് മരിച്ചത്. ഇന്നലെ രാത്രി 10ഓടെ കുളിക്കാനായി പുഴയിലിറങ്ങിയപ്പോഴായിരുന്നു അപകടം. പുഴയിലെ ചുഴിയിൽ അകപ്പെട്ട ബൈജുവിനെ കാണാതാവുകയായിരുന്നു. നാട്ടുകാർ രാത്രിയിൽ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ഇന്ന് രാവിലെ ബൈജുവിന്റെ മൃതദേഹം പുഴയിൽ കണ്ടെത്തി. പാവറട്ടി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ ബൈജു അവിവാഹിതനാണ്. ചന്ദ്രാപിന്നി ഈസ്റ്റിൽ മധ്യവയസ്കനെ റോഡരികിലെ കാനയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചന്ദ്രാപിന്നി ഈസ്റ്റ് കൊമ്പൻ റാഫേൽ മകൻ 50 വയസ്സുള്ള വിൻസെന്റാണ് മരിച്ചത്. ഇന്നലെ രാത്രി 9-ന് പള്ളിയിലേക്ക് പോയ വിൻസെന്റ് വീട്ടിൽ തിരിച്ചെത്താത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇന്ന് രാവിലെ കാനയിൽ മൃതദേഹം കണ്ടെത്തിയത്. കാൽ തെറ്റി കാനയിൽ വീണതാകാമെന്ന് കരുതുന്നതായി പോലീസ് പറഞ്ഞു. മതിലകം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. തീവ്രവാദവും വർഗീയതയും വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന് CN ജയദേവൻ MP പറഞ്ഞു. ദക്നി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കുടുംബ സമ്മേളനവും ഇഫ്താർ സംഗമവും തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രത്തിന് പുരോഗതി വേണമെന്നും സ്ത്രീക്കും പുരുഷനും സമത്വമുള്ള നല്ല മനുഷ്യർ ഉയർന്നു വരേണ്ടത് അത്യാവശ്യമാണെന്നും MP അഭിപ്രായപ്പെട്ടു. ട്രസ്റ്റി അക്ബർ അലി ഖാൻ അധ്യക്ഷനായിരുന്നു. വിവിധ പുരസ്കാര വിതരണവും ദഖ്നി കുടുംബങ്ങളിൽ നിന്ന് ഉന്നത വിജയം കരസ്ഥമാക്കിയ SSLC+2 വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാനവും ഇതോടൊപ്പം നടന്നു. നോമ്പും സക്കാത്തും എന്ന വിഷയത്തിൽ MP അബ്ദുൾ നാസർ ഖത്തീബ് പ്രഭാഷണം നടത്തി. ട്രസ്റ്റ് ചെയർമാൻ മഞ്ജിദ് ഷാജഹാൻ, സെക്രട്ടറി M അബ്ദുൾ ഖായും ഷെയ്ഖ് മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. നവീകരിച്ച പൂങ്കുന്നം പുഷ്പഗിരി സീതാരാമസ്വാമി ക്ഷേത്രകുളത്തിന്റെ സമർപ്പണം സഹകരണ വകുപ്പ് മന്ത്രി CN ബാലകൃഷ്ണൻ നിർവഹിച്ചു. ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ MLA അധ്യക്ഷത വഹിച്ചു. കല്യാൺ ജ്വല്ലേഴ്സ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ TS കല്യാണരാമൻ, കല്യാൺ സിൽക്സ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ TS പട്ടാഭിരാമൻ, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MP ഭാസ്കരൻ നായർ, കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K ഗിരീഷ് കുമാർ, കൌൺസിലർമാരായ ഗിരിജ രാജൻ, വൈദേഹി, ക്ഷേത്രം ഭാരവാഹി മൂർത്തി, TA ബാലരാമൻ എന്നിവർ പങ്കെടുത്തു.
20 വർഷമായി ഉപയോഗശൂന്യമായി കിടന്നിരുന്ന ക്ഷേത്രക്കുളം അമേരിക്കൻ മലയാളി ആർ രാധാകൃഷ്ണന്റെ കുടുംബവും കല്യാൺ സിൽക്സ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ TS പട്ടാഭിരാമനും ചേർന്ന് 50 ലക്ഷം രൂപ ചിലവഴിച്ചാണ് നവീകരിച്ചത്. 2 മാസം കൊണ്ട് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച കുളം പൂർണ്ണമായും ശുദ്ധജല സ്രോതസ്സായി നിലനിർത്തിക്കൊണ്ടുപോകാനാണ് ക്ഷേത്ര ഭരണസമിതിയുടെ തീരുമാനം. ചടങ്ങിനോടനുബന്ധിച്ച് നിർമ്മാണ ചെലവ് വഹിച്ച TS പട്ടാഭിരാമനെയും രാധാകൃഷ്ണന്റെ കുടുംബത്തെയും ആദരിച്ചു. സമർപ്പണത്തിന് മുന്നോടിയായി മന്ത്രിയും MLAയും ക്ഷേത്രക്കുളം സന്ദർശിച്ചു. ഇനി കാഴ്ചവട്ടം. തിരക്കുപിടിച്ച ജീവിതത്തിനിടയിൽ ഒരല്പസമയം സ്വന്തം ജീവിത രീതിയെക്കുറിച്ചും സാമൂഹിക അവസ്ഥകളെക്കുറിച്ചും ഒന്ന് ശാന്തമായി വിലയിരുത്താൻ ചില കണക്കെടുപ്പുകൾ നമ്മെ സഹായിച്ചേക്കും. ചില വിലയിരുത്തലുകളുടെ ഉള്ളു പൊള്ളിക്കുന്ന കാഴ്ചകളിലേക്ക്. 5ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ BA പ്രകാശ് കഴിഞ്ഞ ദിവസം തൃശൂരിൽ നടത്തിയ സിറ്റിംഗിൽ വെളിപ്പെടുത്തിയ സംഗതികൾ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പാപ്പരത്വം വെളിപ്പെടുത്തുന്നതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കിട്ടാനുള്ള നികുതി പോലും പിരിച്ചെടുക്കുന്നില്ല എന്നാണ് ഡോക്ടർ പ്രകാശ് വെളിപ്പെടുത്തിയത്. അടിസ്ഥാന ആവശ്യങ്ങളായ വൈദ്യുതി, വെള്ളം, സെപ്റ്റിക് മാലിന്യം സംസ്കരണം തുടങ്ങിയവയിലൊക്കെ എല്ലാ പഞ്ചായത്ത് ഭരണന്മാരും പരാജയമാണെന്ന് പ്രകാശ് പറയുന്നു. അതുമാത്രമല്ല, മാലിന്യ സംസ്കരണത്തിന് ഇവർ ഒന്നും ചെയ്യുന്നില്ലത്രേ. തൃശൂർ കോർപ്പറേഷൻ സംബന്ധിച്ച ഒരു കണക്കും ഡോക്ടർ പ്രകാശ് പറഞ്ഞു. വസ്തുനികുതി, തൊഴിൽ നികുതി, വിനോദ നികുതി എന്നീ ഇനങ്ങളിൽ തൃശൂർ കോർപ്പറേഷൻ പിരിച്ചെടുക്കാത്ത നികുതി 19,23,00,000. എല്ലാ കൗൺസിലർമാർക്കും ചെവിയും കണ്ണുമൊക്കെ ഉണ്ടല്ലോ, കേൾക്കട്ടെ കണക്ക്. ഒരു 5 കോടി ചിലവാക്കിയാൽ ആധുനിക ഇൻസിനേറ്റർ പ്ലാന്റ് വാങ്ങാം. നഗരത്തിലും ലാലൂരിലും മാലിന്യം കുന്നുകൂടി കിടക്കില്ല. സമയമില്ല. പ്രകാശിന്റെ വെളിപ്പെടുത്തൽ ഒരാളും കേട്ടിട്ടില്ല, ഒരു പ്രസ്താവനയും ഇറക്കിയിട്ടില്ല. ഇൻകുലാബ് വിളിക്കാൻ ബഹുകേമന്മാർ. ഇനി മറ്റൊരു കണക്ക് നോക്കാം. കേരളത്തിൽ വിൽക്കുന്ന പച്ചക്കറികൾ, പഴങ്ങൾ, പലവ്യഞ്ജനങ്ങൾ എന്നിവയിൽ 40ഓളം രാസ കീടനാശിനികളുടെ സാന്നിധ്യമുണ്ടെന്ന് കാർഷിക സർവകലാശാലയുടെ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നു. അതായത് നാം എന്നും കഴിക്കുന്നത് വിഷമാണെന്ന് സാരം. 40 കീടനാശിനികൾ ഭക്ഷിക്കുന്ന മലയാളികൾക്ക് 400 തരം രോഗങ്ങൾ. സംസ്ഥാനത്ത് പ്രതിദിനം ആവശ്യമുള്ള പച്ചക്കറി 3000 ടൺ എന്നാണ് കണക്ക്. ഇപ്പോൾ കേരളത്തിൽ പേരിന് ഉൽപ്പാദിപ്പിക്കുന്നത് 500 ടൺ. ബാക്കി 2500 ടൺ തമിഴൻ വെച്ച് നീട്ടുന്ന വിഷപ്പച്ചക്കറി കഴിക്കുന്നവനെ വിളിക്കുന്ന പേരാണ് മലയാളി. ഇനി മറ്റൊരു ചിരിപ്പിക്കുന്ന കണക്ക്. നിരോധനം വന്നപ്പോൾ വിപണിയിൽ നിന്ന് മാഗി നൂഡിൽസ് ഇപ്പോൾ പിൻവലിച്ചു. ഇനി അതൊക്കെ എന്ത് ചെയ്യും? സിമന്റ് ചൂളയിൽ കത്തിക്കാൻ കൊടുക്കുകയാണത്രേ. പിൻവലിച്ച നൂഡിൽസ് 27,420 ടൺ. 320 കോടി വില വരുന്ന നൂഡിൽസാണ് കത്തിക്കാൻ കൊടുക്കുന്നത്. നിരോധിച്ചില്ലായിരുന്നുവെങ്കിലോ 27,420 ടൺ നമ്മുടെ വയറ് കത്തിക്കുമായിരുന്നു എന്ന് സാരം. ഇത് ഒരു നൂഡിൽസിന്റെ കണക്ക്. ഇനി വിപണിയിലുള്ള മറ്റ് പാക്കറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളും ടിന്നിലടച്ച വസ്തുക്കളും കോളകളും ഇതുതന്നെ സ്ഥിതി. അതിപ്പോഴും നമ്മുടെ വയറുകളെ ചൂളകളാക്കി പിന്നെ ചുടലക്കളങ്ങളാക്കുന്നു എന്ന് തന്നെ സാരം. അനുബന്ധം. യോഗാഭ്യാസം മനസ്സിനെയും ശരീരത്തെയും ഫിറ്റാക്കുമെന്ന് കണ്ടാണ് യോഗാ ദിനം ലോകമെങ്ങും ആചരിച്ചത്. സ്വന്തം ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാത്ത ധാരാളം പേർ ഇവിടെ തേരാപാന ഭരിച്ചു നടക്കുമ്പോൾ യോഗാഭ്യാസത്തിന് സ്കോപ്പ് കേരളത്തിലാണ്. എന്നാൽ കോഴിയും കോഴയുമായി നടക്കുന്ന രാഷ്ട്രീയ അഭിനവ നേതാക്കൾക്കും നുണപരിശോധനയിലും നല്ലത് യോഗയാണ്. അല്ലെങ്കിൽ നമ്മുടെ യോഗം. ശുഭം. നിരവധി കേസുകളിൽ ജാമ്യത്തിലിറങ്ങി മുങ്ങിയ പിടികിട്ടാപ്പുള്ളിയെ വരന്തരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. വരന്തരപ്പള്ളി കലവറക്കുന്ന് പറമ്പൻ മനോജിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അടിപിടി, വീട് കയറി ആക്രമണം തുടങ്ങി 10ഓളം കേസുകളിൽ പ്രതിയാണ് ഇയാൾ. പുതുക്കാട്, വരന്തരപ്പള്ളി, നെടുപുഴ സ്റ്റേഷനുകളിലും ഇയാൾക്കെതിരെ കേസുകൾ നിലവിലുണ്ട്. ഒളിവിൽ കഴിഞ്ഞിരുന്ന ഇയാളെ കായംകുളത്ത് നിന്നാണ് വരന്തരപ്പള്ളി SI KL അലക്സാണ്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. SFI സംസ്ഥാന സെക്രട്ടറിയായി കണ്ണൂരിൽ നിന്നുള്ള M വിജിയെ തിരഞ്ഞെടുത്തു.
മലപ്പുറത്തു നിന്നുള്ള VP സാനുവാണ് പ്രസിഡന്റ്. മൊത്തം 89 അംഗ സംസ്ഥാന കമ്മിറ്റിയെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളതെന്ന് ഭാരവാഹികൾ തൃശൂരിൽ പറഞ്ഞു. കൂടാതെ 19 അംഗ സെക്രട്ടേറിയറ്റിനെയും തിരഞ്ഞെടുത്തു. ഇത്തവണ സംസ്ഥാന കമ്മിറ്റിയിൽ വനിതാ പ്രാതിനിധ്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 4 ജോയിന്റ് സെക്രട്ടറിമാരും 5 വൈസ് പ്രസിഡന്റുമാരും അടങ്ങുന്നതാണ് സംസ്ഥാന കമ്മിറ്റി. റോസൽ രാജാണ് തൃശൂരിൽ നിന്നുള്ള ഏക സെക്രട്ടേറിയറ്റ് അംഗം. സംസ്ഥാന കമ്മിറ്റിയിൽ തൃശൂരിൽ നിന്നുള്ള 6 പേരും ഇടം നേടിയിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസം തകർന്ന ഈ കാലഘട്ടത്തിൽ ഇതിനെതിരെ പുതിയ പോരാട്ടങ്ങൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ജനകീയ വിദ്യാഭ്യാസം സംരക്ഷിക്കാൻ പുതിയ സമരമുറകൾ ആവിഷ്കരിക്കും. SFI അംഗങ്ങളുടെ പ്രായപരിധി 25 ആക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുത്തിട്ടില്ലെന്നും ഇതേക്കുറിച്ച് ചർച്ച വന്നിട്ടില്ലെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. തൃക്കൂർ മേഖലയിൽ CPM-BJP സംഘർഷം തുടരുന്നു. സംഘർഷത്തെ തുടർന്ന് പോലീസ്, റിസർവ് ബറ്റാലിയൻ സേന കാവൽ ശക്തമാക്കി. 10 ദിവസം കൂടി സേനയുടെ റോന്തു ചുറ്റൽ തുടരുമെന്ന് പോലീസ് പറഞ്ഞു. സംഘർഷമുണ്ടായ ആദൂർ, പള്ളിപ്പുറം, മാവിൻചുവട് ഭാഗങ്ങളിൽ പരിശോധന ശക്തമാക്കി. രാത്രി 8 ശേഷം കടകമ്പോളങ്ങൾ പ്രവർത്തിക്കാൻ പോലീസ് അനുമതിയില്ല. 10 ശേഷം മേഖലയിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങൾ കർശന പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. രാത്രികാലങ്ങളിൽ ബൈക്കിൽ സഞ്ചരിക്കുന്നവരെയും കൂട്ടം കൂടി നിൽക്കുന്നവരെയും പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. മേഖലയിൽ കർഫ്യൂ പ്രഖ്യാപിച്ചതിന് സമാനമാണ് സ്ഥിതി. ഗുരുവായൂർ ചൂൽപ്പുറം ട്രഞ്ചിംഗ് ഗ്രൗണ്ടിന് സമീപത്തെ പാടത്ത് ടാങ്കർ ലോറിയിൽ സെപ്റ്റിക് മാലിന്യം തള്ളി. ഇന്നലെ രാത്രിയിലാണ് മാലിന്യം തള്ളിയിട്ടുള്ളത്. ഇന്ന് രാവിലെ ദുർഗന്ധം